അഹദത്തിലെ അലിഫ് അലിഫ് ലമഗമിയം അലിഫക്ഷര പൊരുൾ ബിസ്മില്ലാഹ് അലിഫക്ഷര പൊരുൾ ബിസ്മില്ലാഹ് അരിമാ കലൈ കുത്തുബനുദീനം ഖുർആനിൻ അളകു തലകുറി ബിസ്മില്ലാഹ് അളകു തലകുറി ബിസ്മില്ലാഹ് ബഹറ ഖുർആനിൻ പൊരുൾ മുഴുതടകിനെ ബരിശക്കടൽ പതി ബിസ്മില്ലാഹ് ബദറപ്പട കൊടു കവിനുവൽ വദിൻ മുതൽ ബരിബത്തബ്തദി ബിസ്മില്ലാഹ് ബരിബത്തബ്തദി ബിസ്മില്ലാഹ്. നമ്മുടെ ചരിത്രം ഇന്നലെ പറഞ്ഞു വെച്ചത് 2 മിനിറ്റ് കൊണ്ട് അത് പറഞ്ഞിട്ട് അതിൻ്റെ ബാക്കി ഇന്ന് പറയുകയാണ്. അതായത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ശത്രു വന്നു. എന്തായിരുന്നു ശത്രുവിൻ്റെ പേര്? അസ്വദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ ശത്രുവായിരിക്കുന്ന മുശ്രിക്കായിരിക്കുന്ന അസ്വദിനെ യമപുരിയിലേക്ക് അയച്ചു. എന്താക്കി? യമപുരിയിലേക്ക് അയച്ചു. ആര്? ഹംസ റളിയല്ലാഹു തആല അൻഹു ആ ശത്രുവിനെ കൊലപ്പെടുത്തി. അപ്പോൾ പകരം ചോദിക്കാൻ വേണ്ടി 3 ശത്രുക്കൾ വന്നു. ശത്രുക്കളുടെ കൂട്ടത്തിൽ നിന്ന് എത്ര ആൾ വന്നു? ആരൊക്കെയാണ്? ഒന്ന് ഉത്ബത്ത് ലഅനത്തുല്ലാഹി അലൈഹി. ഒന്നാമത്തെ ശത്രുവിന്റെ പേരാണ് ഉത്ബത്ത് ലഅനത്തുല്ലാഹി അലൈഹി. രണ്ടാമത്തെ ശത്രുവിന്റെ പേരാണ് ഉത്ബത്തിന്റെ ഇളയോനായ ശൈബത്ത് ലഅനത്തുല്ലാഹി അലൈഹി. മൂന്നാമത്തെ ശത്രുവിന്റെ പേരാണ് ഉത്ബത്തിന്റെ മോനായ വലീദ് ലഅനത്തുല്ലാഹി അലൈഹി. അപ്പോൾ 3 ശത്രുക്കൾ, മുശ്രിക്കീങ്ങളായ 3 ശത്രുക്കൾ ഇങ്ങോട്ട് വന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിന്റെ ഭാഗത്ത് നിന്ന് 3 സ്വഹാബികൾ അങ്ങോട്ട് ചാടുകയാണ്. ആരാണ് 3 സ്വഹാബികൾ? ഒന്ന് 63 വയസ്സുള്ള ആരാ? 3 അൻസാരികളായ സ്വഹാബികളാണ് ചാടിയത്. ഉരാ കേട്ടതാൽ തോളർ ഇട തന്നിന്ന് വേഗം ഉളരി മൂണ്ടാൾ അൻസാരികൾ റാജുൽകൾ അവർകൾ ഉചിതമോത്തവർ വനമകത്തുള്ള പുലികൾ കോത്തവരാം. ഒന്നാമത്തെ സ്വഹാബിയുടെ പേര് ആ മുത്തഅല്ലിമീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ സ്വഹാബിയുടെ പേരെന്ത്? മുഅവ്വിദ് റളിയല്ലാഹു അൻഹു. ആര്? മുഅവ്വിദ് റളിയല്ലാഹു അൻഹു. രണ്ടാമത് ആ മുഅവ്വിദ് റളിയല്ലാഹു അൻഹുവിന്റെ ഇളയോനായ ഔഫ് റളിയല്ലാഹു അൻഹു. മൂന്നാമത് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. ഈ 3 അൻസ്വാറുകളായ സ്വഹാബത്ത്, മദീനക്കാരായ സ്വഹാബത്ത് അങ്ങോട്ട് ചാടിയ സമയത്ത് ശത്രുക്കൾ പറയുകയാണ്, ഉത്ബത്തും ശൈബത്തും, ഉത്ബത്ത് ലഅനത്തുല്ലാഹി അലൈഹി, ശൈബത്ത് ലഅനത്തുല്ലാഹി അലൈഹി, വലീദ് ലഅനത്തുല്ലാഹി അലൈഹി. ആ 3 ആളും പറയുകയാണ്, മുശ്രിക്കുകൾ 3 സ്വഹാബികളോട് പറയുകയാണ്, ബരിക്കൊള്ളവേ ഉങ്കൾ ഉടൽ ഉയരുകൾ കൊണ്ടും വരാതെ ഈപ്പൾ വേഗം മടങ്ങിക്കൊള്ളുവീൻ. നമ്മതിൽ വളർത്തരത്തിനൊരു വിധത്തിലും കുഫുവതോ തിടമീർ. 3 ശത്രുക്കൾ പറയുന്നു 3 സ്വഹാബികളോട്, ബരി കൊള്ളവേ ഉങ്കൾ ഉടൽ ഉയർകൾ കൊണ്ടും വരാതെ ഇപ്പോൾ വേഗം മടങ്ങിക്കൊള്ളുവീൻ. നിങ്ങൾ മദീനക്കാരാണല്ലേ, നിങ്ങൾ യസ്രിബുകാരാണല്ലേ,
മദീന എന്ന സ്ഥലത്തിന്റെ പഴയ പേരാണെന്ത്? യസ്രിബ്. നിങ്ങൾ യസ്രിബുകാരാണല്ലേ, എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളെ വേണ്ട, വാപ്പസ് ജാവോ, മടങ്ങിപ്പോയിക്കോളൂ. ഞങ്ങൾക്ക് മക്കക്കാരെയാണ് ആവശ്യമുള്ളത്. ഞങ്ങളുടെ റായത്തിൽ നിന്ന് ഇങ്ങോട്ട് മദീനത്തേക്ക് ഹിജറ വന്നവർ, മക്കയിൽ നിന്ന്, ഞങ്ങളെ റായത്തിൽ നിന്ന് മക്കയിൽ നിന്നിട്ട് മദീനത്തേക്ക് യസ്രിബിലേക്ക് വന്നവരായ ആളുകൾ എവിടെ? അവർ. ഞങ്ങൾക്ക് ഞങ്ങളോട് പടപൊരുതേണ്ടത് അവരാണ്, അവരെയാണ് ഞങ്ങൾ വെല്ലുവിളിക്കുന്നത് എന്ന് ഈ മുശ്രിക്കുകൾ പറഞ്ഞ സമയത്ത് 3 അൻസ്വാറുകളായ സ്വഹാബികളും അതാ ഇരയെ കിട്ടാതെ സിംഹം മടങ്ങിപ്പോകും പോലെ ഈ 3 സ്വഹാബികളും മടങ്ങിപ്പോവുകയാണ്. ഏത് 3 സ്വഹാബികളാ മടങ്ങിപ്പോയത്? ഒന്ന് മുഅവ്വിദ് റളിയല്ലാഹു അൻഹു, 2 അവരെ ഔഫ് റളിയല്ലാഹു അൻഹു, 3 അതെ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. അപ്പോൾ ആ 3 അൻസാറുകളായ സ്വഹാബത്ത് മടങ്ങിപ്പോയ സമയത്ത് ശത്രുക്കൾ പറഞ്ഞു, മുഹാജിറുകൾ എവിടെ? വരട്ടെ, മുഹാജിറുകൾ വരട്ടെ. മുഹാജിറുകൾ എന്ന് പറഞ്ഞാല് മക്കക്കാരായ സ്വഹാബത്തിനുള്ള പേരാണെന്ത്? മുഹാജിറുകൾ. ആ മുഹാജിറുകൾ വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ മുഹാജിറന്റെ വാക്ക് കേട്ട് മുന്തി മൂണ്ട് സിംഹരാം, മുന്നിലെ ഉബൈദത്തും പിൻ ഹംസയും വാഹൈദറാം, ജിഹാബിഹത്തർ 2 സൊഫി ഡക്ക് ചെണ്ട് ഹാദിറാം, ചീർമദം തരിത്ത് കൊണ്ട് ചോടി അന്തേ കാഫിറാം, മഹാബിലത്തം ഉറ്റ അബ്താലിങ്ങളെ ഈറായിറാം, മസലടുത്തേ ഉങ്ങളാരാതുക്കമൈ മുഹാജിറാം. മുഹാജിറന്റെ വാക്ക് കേട്ട് മുന്തി മൂണ്ട് സിംഹരാം, മുഹാജിറുകൾ വരട്ടെ. മുഹാജിറുകൾ എന്ന് പറഞ്ഞാൽ ഏത് നാട്ടുകാര്? മക്കക്കാരായ ആളുകൾ വരട്ടെ എന്ന് ശത്രുക്കൾ വെല്ലുവിളിച്ചപ്പോൾ മുഹാജിറന്റെ വാക്ക് കേട്ട് മുന്തി മൂണ്ട് സിംഹരാം, 3 സിംഹങ്ങളായ മുഹാജിറുകളായ മക്കക്കാരായ 3 സ്വഹാബികൾ അങ്ങോട്ട് ചാടുകയാണ്. അൻസാരികളായ 3 ആള്, 3 പേരും മടങ്ങിപ്പോന്നില്ലേ? അതിന്റെ സ്ഥാനത്ത് ആര്? മക്കക്കാരായ മുഹാജിറുകളായ 3 സ്വഹാബത്ത് അങ്ങോട്ട് ചാടുകയാണ്. ആരൊക്കെയാണ്? 3 പേര്. മുന്നിലെ ഉബൈദത്തും, അതെ റളിയല്ലാഹു അൻഹു. അതാരാ റളിയല്ലാഹു പറഞ്ഞത്? അവർക്ക് അല്ലാഹു ബറക്കത്ത് കൊടുക്കണേ, അല്ലാഹ് ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ബദരീങ്ങളെ കൊണ്ടുള്ള ബദരീങ്ങളെ കറാമത്ത് കൊണ്ട് അവരുടെയും ഞങ്ങളുടെയും രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാഹ്. മുഹാജിറന്റെ വാക്ക് കേട്ട് മുന്തി മൂണ്ട് സിംഹരാം, മുന്നിലെ ഉബൈദത്തും പിൻ ഹംസയും വഹൈദറാം, ജിഹാബിഹത്തർ 2 സൊഫി ഡക്ക് ചെണ്ട് ഹാദിറാം, ചീർമദം തരിത്ത് കൊണ്ട് ചോടി അന്ത് കാഫിറാം, ചീർമദം തരിത്തുകൊണ്ട് ചോടി അന്ത കാഫിറാം. 3 മുഹാജിറുകളായ സ്വഹാബത്ത് വന്ന സമയത്ത് 3 മുഹാജിറുകളായ സ്വഹാബത്തിന്റെ പേര്, സ്വഹാബികളാണ്, പേര് പറയൽ ബറക്കത്താണ്. എന്താ പേര്? ഒന്ന് ഉബൈദത്ത് ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു. അവരുടെ പ്രായം എത്രയാ? 63 വയസ്സുള്ള ഉബൈദത്ത് റളിയല്ലാഹു അൻഹു വയസ്സനാണ്, കളവനാണ്. ആ 63 വയസ്സുള്ള ഉബൈദത്ത് റളിയല്ലാഹു അൻഹു, മുന്നിലെ ഉബൈദത്തും പിൻ ഹംസയും. ഹംസ റളിയല്ലാഹു അൻഹു അസ്വദിനെ കൊലപ്പെടുത്തിയിട്ട് വിശ്രമിക്കാൻ ടൈം കിട്ടിയിട്ടില്ല, റെസ്റ്റ് ആക്കാൻ ടൈം കിട്ടിയിട്ടില്ല. അതാ ഹംസ റളിയല്ലാഹു അൻഹു മുന്നിലേക്ക് ചാടുകയാണ്. അവരെ പിന്നാലെ ഒരാളും കൂടി. ആരാണ്? ഹൈദർ. ഹൈദർ എന്ന സ്ഥാനപ്പേര് ആർക്കുള്ളതാ? അതേ അലി റളിയല്ലാഹു അൻഹു ആണ്.
അതാണ് മുന്നിലെ ഉബൈദത്തും പിൻ ഹംസയും ഹൈദറാം. ശത്രുക്കൾ ചോദിച്ചു, ജിഹാബിഹത്തർ രണ്ട് സ്വഫീദക്ക് ചണ്ട് ഹൈദറാം, ചീർമതം തരിത്ത് കൊണ്ട് ചോടി അന്തേ കാഫിറാം, മഹാബിലത്തം ഉറ്റ അബ്താലിങ്ങളെ ഈറാ മസലടുത്ത് ഉങ്ങളാരാ ദുഃഖമൈ മോഹാജിറാം. ശത്രുക്കൾ ചോദിച്ചു, ആളെ പരിഹസിക്കുന്ന ഒരു ചോദ്യം, ചീർമതം തരിത്തുകൊണ്ട് ചോടി അന്ത കാഫിറാം. കാഫിരിങ്ങൾ ചോദിച്ചു, നിങ്ങൾ ആരാ? യസ്രിബുകാരാണോ? യസ്രിബുകാരാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട. അപ്പൊ 3 സ്വഹാബികൾ പറഞ്ഞു, നിങ്ങളെ ഏത് നാട്ടുകാരാ? നിങ്ങൾ ഏത് റായത്തിലാ നിങ്ങളെ ഉമ്മ ഞങ്ങളെ പെറ്റത്? അതേ റായത്തിൽ ഞങ്ങളെ ഉമ്മ ഞങ്ങളെ പെറ്റിട്ടുണ്ട്. നിങ്ങൾ മക്കക്കാരാണെങ്കിൽ ഞങ്ങളും മക്കക്കാരാണ്. അപ്പൊ അവര് പറഞ്ഞു, നമ്മൾ ബറാബറാണ്, എങ്കിൽ ഞങ്ങൾ ഓക്കെയാണ്. ആ ശത്രുക്കൾ പറഞ്ഞു, കോറി അപ്പൽ കാഫിറുകൾ എമ്മൈക്കുമൈ ബറാബറാം, കുഫുവാദൊത്ത നമ്മുടെ കുടുംബമാം പകയരാം, കുഫുവാദൊത്ത നമ്മുടെ കുടുംബമാം പകയരാം. കൂറി അപ്പോൾ കാഫറുകൾ പറഞ്ഞു, എന്ത് പറഞ്ഞു? കൂറി അപ്പോൾ കാഫറുകൾ യമൈക്കുമൈ ബറാബറാം. ഇപ്പോഴാണ് നമ്മൾ ബറാബറായത്, നമ്മൾ കുഫുവത്തവരായത്. എല്ലാവരും ഇങ്ങോട്ട് നോക്കണേ, അവിടെ ഉള്ളവരൊക്കെ എപ്പോഴും കാണാം. എന്നെ 4 ദിവസം കഴിഞ്ഞാൽ പിന്നെ ആഫ്റ്റർ 4 days എന്നെ കാണാൻ പറ്റൂല. എന്നെ കാണണമെങ്കിൽ പൈസ ചെലവാക്കിയിട്ട് ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ട് അങ്ങോട്ട് വരേണ്ടി വരും. കോറി അപ്പൽ കാഫിറുകൾ എമ്മൈക്കുമൈ ബറാബറാം, കുഫുവാദൊത്ത നമ്മുടെ കുടുംബമാം പകയരാം, കുഫുവാദൊത്ത നമ്മുടെ കുടുംബമാം പകയരാം. തേറി പോറുബൈദത്തോറുത്ത് ബത്തോടും ദൗസറാം, ധീരർ ഹംസ ഷൈബത്തോടും പിൻഹിജാബിൻ മൽഹറാം, ധീരർ ഹംസ ഷൈബത്തോടും പിൻഹിജാബിൻ മൽഹറാം. മുഹാജിരന്റെ വാക്ക് കേട്ട് മുന്തി മോണ്ട് സിൻഹരാം, മുന്നിലെ ഉബൈദത്തും പിൻ ഹംസയും ഹൈദറാം, മുന്നിലെ ഉബൈദത്തും പിൻ ഹംസയും ഹൈദറാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ബുക്ക് കാണിച്ചു തരാം, ഇതിൽ നോക്കാം. ഇങ്ങോട്ട് ഞാൻ ഒന്ന് പാടിത്തരാം. നോക്കൽ നല്ലതാ. അല്ലാ, ഞാൻ 4 വരി പാടിത്തരാം. മഹാനായ ഇപ്പൊ 3 ശത്രുക്കളുണ്ട്, 3 ശത്രുക്കളുണ്ട്, 3 സ്വഹാബികളുണ്ട്. ആരാ 3 സ്വഹാബികളെ പേരൊന്ന് പറയാതൊരു ബറക്കത്താണ്. ആർക്കും പറയാം, സാധാരണക്കാർക്ക് പറയാം, ഉസ്താദുമാര് മാത്രം വേണ്ട. അതെ, ഉബൈദത്ത് റളിയല്ലാഹു അൻഹു ചെറിയ കിടാവാണ് പറഞ്ഞത്. മാഷാ അല്ലാഹ് പറയൂ. ഒരു സന്തോഷം ഉണ്ടാകുമ്പോ പറയേണ്ട വാക്കാണ് മാഷാ അല്ലാഹ്. ഞാൻ സലീമിന്റെ പുരയിൽ വന്നപ്പോ അവിടെ നല്ല പപ്പായ നിറച്ചിങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയാ, സലീമിന്റെ ഔത്ത് വന്നപ്പോ കണ്ടില്ലേ പപ്പായ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? വപ്പങ്കായ. ആ വപ്പങ്കായ നിറച്ചുണ്ട് എന്ന് പറഞ്ഞാൽ അത് ശരിയാവൂല. പിന്നെ എന്ത് പറയണം? മാഷാ അല്ലാഹ്, വപ്പങ്കായ നിറച്ച് ഫുള്ളായിട്ട് നിറഞ്ഞുണ്ടായിട്ടുണ്ട് എന്ന് പറയണം. അങ്ങനെ പറഞ്ഞാൽ കണ്ണേറ് തട്ടൂല, നാവേറ് തട്ടൂല, കല്ലേറ് തട്ടൂല. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലോ അയാൾക്ക് കണ്ണേറ് തട്ടും, നാവേറ് തട്ടും. പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് കല്ലേറും കിട്ടും. അപ്പൊ രണ്ടും പറഞ്ഞാൽ ആർക്കും ഒരു ഏറും കിട്ടൂല. അത് ഖുർആനിലുള്ളതാണ്. വലൗലാ ഇദ് ദഖൽത ജന്നതക ഖുൽത മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പൊ ഈ കുട്ടിന്റെ കാര്യത്തിൽ നമ്മൾ സന്തോഷം പറയാൻ, ആ ചെറിയ കൊച്ചുകുട്ടിയാ പറഞ്ഞത്. എന്താ സ്വഹാബിയുടെ പേര്? ഉബൈദത്ത് റളിയല്ലാഹു അൻഹു. 2ാമത്തെ സ്വഹാബിയാണ് ഹംസ റളിയല്ലാഹു അൻഹു. 3ാമത്തെ സ്വഹാബിയാണ് ആര്? ഹൈദർ എന്ന് പേരുള്ള
അലി റളിയല്ലാഹു അൻഹു ശത്രുക്കൾ മൂന്നാൾ ആരൊക്കെയാണ്? ഒന്ന് ഉത്ബത്ത് ലഅനത്തുല്ലാഹ്, ഒന്ന് ശൈബത്ത് ലഅനത്തുല്ലാഹ്, ഒന്ന് വലീദ് ലഅനത്തുല്ലാഹ്. അതിലാദ്യം മൂന്നാൾ അപ്പുറത്തുണ്ട്, മൂന്നാൾ ഇപ്പുറത്തുണ്ട്. ആദ്യം സ്വഹാബിയായ ഹംസ റളിയല്ലാഹു അൻഹു തന്റെ എതിരാളിയായ ശൈബത്ത് ലഅനത്തുല്ലാഹിയുമായി പടപൊരുതുന്ന ഭാഗം ബഹുമാനപ്പെട്ട മോയിൻകുട്ടി വൈദ്യർ ചിത്രീകരിക്കുകയാണ്. ആര് തമ്മിൽ? സ്വഹാബിയായ റസൂലുള്ളാഹിന്റെ അളാപ്പയായ ഹംസ റളിയല്ലാഹു തആല അൻഹു തങ്ങളും ശത്രുക്കളുടെ കൂട്ടത്തിലുള്ള ശൈബത്ത് എന്ന് പറയുന്ന ബാലക്കാരനും ഇരിപ്പുറം തഹയ്യറിനാൽ നിലക്കവെ ഇഗൽ ഹംസ ശൈബത്തുമായി തിരക്കവെ ഉരം ഹരിശരി ഹംസത്താൻ അടുക്കവെ ഒരു ബട്ട് കൊടയുടനെ തടുക്കവേ ഈറമുറ്റിക്കൂടെ ശൈബത്തേക കുത്തുത്താൻ ഒഴുത്തുത്താറി ഹംസപ്പാട് കടുക താലടിത്തിട്ടോൻ തടുത്ത് തടവൊട്ട് നീട്ടും മടവൊട്ട് ചാട്ടും തടമിട ആടൽ കൊട്ടു തുടർവിന പടു തടമിട ആടൽ കൊട്ടു തുടർവിന കടുകട തടിവെട്ടും ബീന പല പാടുമേ തീര ചോടുരത്തയിൽ കരിശണ്ണമാൽ. ഓൺസ് മോർ റിപ്പീറ്റ്. ഇരിപൂറം താഹയ്യറിനാൽ നിലക്കവെ ഇഗൽ ഹംസ ശൈബത്തുമായി തിരക്കവെ ഉരം ഹരിശരി ഹംസത്താൻ അടുക്കവെ ഒരു ബട്ട് കൊടയുടനെ തടുക്കവെ ഈറമുറ്റിക്കൂടെ ശൈബത്തേക കുത്തുത്താൻ ഒഴുത്ത് തേറി ഹംസപ്പാട് ഘടകത്താൽ അടിത്തിട്ടോൻ തടുത്ത് തടവൊട്ട് നീട്ടും മടവൊട്ട് ചാട്ടും തടമിട ആട്ടൽ കൊട്ടു തുടർവിന പട ബക്കടുകട തടിപെടും ബിന പലപാടുമേ തിരച്ചോടുരത്തൊയിൽ കരിശണ്ണമാൽ. ഞാൻ ഇതിന്റെ അർത്ഥം ഒന്ന് പറയട്ടെ, ഇനി അതിന്റെ മീനിങ് ഒന്ന് പറയാൻ പോവാണ്. ഇരിപ്പുറം തഹയ്യറിനാൽ നിലക്കവേ. ഇരിപ്പുറം എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗം. ഏതാ രണ്ട് ഭാഗം? ഒന്ന് സ്വഹാബത്തിന്റെ ഭാഗം, ഒന്ന് ദുഷ്മൻ കി സൈഡ്, ശത്രുക്കളുടെ ഭാഗം. അതാ ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു ശൈബത്ത് എന്ന് പറയുന്ന ദുഷ്ടനും തമ്മിലുള്ള യുദ്ധം. ആ യുദ്ധം കണ്ടിട്ട് ഇരുപുറം തഹയ്യറായി, രണ്ട് ഭാഗവും പരിഭ്രാന്തരായി, പരിഭ്രമിച്ചുകൊണ്ടിട്ട് ഇതെന്താ സംഭവിക്കണേ എന്നുള്ള നിലക്ക് രണ്ടു കൂട്ടരും നോക്കുകയാണ്. ഒരു ഭാഗത്ത് സ്വഹാബികളാണ്, മറ്റേ ഭാഗത്ത് കുഫാറുകളാണ്. അതാണ് ഇരുപുറം തഹയ്യറിനാൽ നിലക്കവേ. ആ സമയത്ത് ഇഗൽ ഹംസ ശൈബത്തുമായി തിരക്കവേ. ഹംസ റളിയല്ലാഹു അൻഹു ശൈബത്തിന്റെ അടുത്തേക്ക് വന്ന്, ശൈബത്തിന്റെ അടുത്തേക്ക് ഇങ്ങനെ മെല്ലെ തിരക്കി ഇങ്ങനെ വന്ന് ശൈബത്തിന്റെ ഭാഗത്തേക്ക്, ശത്രുവായിരിക്കുന്ന ശൈബത്തിന്റെ ഭാഗത്തേക്ക് അപ്പോഴോ ഉരം ഹരിശരി ഹംസ താൻ അടുക്കവേ ഒരു ബെട്ടി കൊടൈ. ഹംസ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ചെന്നപ്പോ ശത്രു വെട്ടി ഒരു ബെട്ട്. അൽഹംദുലില്ലാഹ്. നിങ്ങളെ പേര് പറയണോ? ഒരു സഹോദരൻ, അതെ, അയാൾക്ക് ബോലനെ കേ ലിയേ നഹീ സക്താ അല്ലേ? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. തുമ്മൽ വളരെ നല്ലതാണ്. ഞങ്ങളുടെ നാട്ടിൽ തുമ്മുക എന്നാ പറയാ. തുമ്മ എന്ന് പറഞ്ഞാൽ അതിനാണ് തുമ്മൽ എന്ന് പറയുന്നത്. തുമ്മിയാൽ ഉടനെ അൽഹംദുലില്ലാഹി എന്ന് പറയണം, സുന്നത്താണ്. ഒരാള് 313 രൂപ തന്നിട്ടുണ്ട്. റബ്ബേ, ആ തന്ന ആൾക്ക് ബറക്കത്ത് കൊടുക്കണേ അല്ലാ. 315 രൂപ 315 രൂപ കിട്ടിയിട്ടുണ്ട്. അത് തന്നയാൾക്ക് ബറക്കത്ത് കൊടുക്കണേ അല്ലാ, ഖൈറാക്കണേ അല്ലാ, അയാളെ ഹലാലായ മുറാദ് ഹാസിലാക്കണേ അല്ലാ. ആർക്കാ കൊടുക്കുക? അത് അയാളെ എടുത്ത് കൊടുക്കുക, ആ വയസ്സുള്ള ആളെടുത്ത്. ഒരാളെ നിങ്ങൾ തൽക്കാലം വെച്ചോളി, ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഖൈറും ബറക്കത്തും ആക്കണേ റഹ്മാനേ. ഒരു 5 റുപ്യ ഇവിടെ ഉണ്ട്. അപ്പോ തുമ്മല് വളരെ നല്ലതാണ്. തുമ്മിയാൽ എന്ത് പറയണം? ഞാൻ തുമ്മിയാൽ എന്താ? ഞാൻ തുമ്മിയാൽ എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. നിങ്ങൾ എന്ത് പറയണം? യർഹമുക്കല്ലാഹ് എന്ന് പറയണം എന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ. ഞാൻ എന്ന് പറഞ്ഞ് തുമ്മിയാൽ ഞാൻ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. ഞാൻ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞത് കേട്ടാൽ
അത് കേട്ടാൽ നിങ്ങൾ എന്ത് പറയണം? യർഹമുക്കല്ലാഹ്. നിങ്ങൾ തുമ്മിയല്ലോ, അൽഹംദുലില്ലാഹ് എന്ന് ദിക്ർ പറഞ്ഞല്ലോ, അപ്പൊ യർഹമുക്കല്ലാഹ്, നിങ്ങൾക്ക് അല്ലാഹ് റഹ്മത്ത് ചെയ്യട്ടെ എന്ന് നിങ്ങൾ പറയണം. അങ്ങനെ എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു സന്തോഷമായി നിങ്ങൾക്ക് വേണ്ടി ദുആർക്കണം. ഞാൻ എന്താ ദുആർക്കേണ്ടത്? യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യണം. അത് ഇസ്ലാമിന്റെ ഒരു സംസ്കാരമാണ്. സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു അതാ വന്ന് ആ ഒരു വെട്ടി കൊടൈ ഉടനെ തടുക്കവേ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് ഒരു വെട്ടി വാളുകൊണ്ട് വെട്ടി. ആര്? ശൈബത്ത് വെട്ടിയ സമയത്ത് തടുത്തു. ആര്? ഹംസ റളിയല്ലാഹു അൻഹു തടുത്തു. ചുരുക്കി അപ്പോൾ ഈറമുറ്റി ശൈബത്തിലേക്ക് ദേഷ്യം പിടിച്ചു. ഈറമുറ്റിക്കൂടെ ശൈബത്തേക കുത്തിത്താൻ ഒഴിത്ത് തേറി ഹംസപ്പാടെ കടുകത്താലടിച്ചിട്ടോൻ തടുത്ത് തടവൊട് നീട്ടും അടവൊട് ചാട്ടും തടമീണ്ട അടൽ കൊടുത്തു ഡർബീന കടുകട തടിപേടും ബീനെ പല പാടുമേ തീര ചോടുരെ തൊയിൽ കരിശണമാ. ഹംസ റളിയല്ലാഹു തആല അൻഹു തങ്ങളും ശൈബത്ത് ലഅനത്തുല്ലാഹിയും തമ്മിലുള്ള യുദ്ധമാണ് ആ പറയുന്നത്. എങ്ങനെയാ അവരെ യുദ്ധം എങ്ങനെയുണ്ടെന്നറിയോ? പൊരും എരി പൊരിന്തെളുന്തായുധത്തിനിൽ, പൊരും എരി പൊരിന്തെളുന്തായുധത്തിനിൽ. രണ്ടു കൂട്ടരും, രണ്ടാളും, ഒന്ന് ഹംസ റളിയല്ലാഹു തആല അൻഹു, ഒന്ന് ശൈബത്ത് ലഅനത്തുല്ലാഹ്. രണ്ടാളും തമ്മിൽ യുദ്ധം ചെയ്ത് രണ്ടാളുടെയും കുതിരകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ടും ചാടിയിട്ടും പൊടി പാറുകയാണ്. ധൂളിങ്ങനെ പാറുന്ന കാഴ്ച, ധൂള് കൊണ്ട് നിറഞ്ഞിട്ട് ശരിക്ക് കാഴ്ചയില്ല, വെളിച്ചം ശരിക്ക് കാണുന്നില്ല, ധൂളിന്റെ ഊക്കുകൊണ്ട്. അങ്ങനെ കുറെ രണ്ട് ഭാഗത്തേക്കും ശരിക്ക് കാണാൻ കഴിയുന്നില്ല. സ്വഹാബത്തിനിക്ക് ശരിക്ക് കാണാൻ കഴിയുന്നില്ല, ശത്രുക്കൾക്ക് ശരിക്ക് കാണാൻ കഴിയുന്നില്ല, സാധ്യമാകുന്നില്ല. അതിന്റെ അടി കൂടെയാണ് ഒരു അല്ലാഹു അക്ബർ, പെട്ടെന്നൊരു തക്ബീർ കേട്ട്. എന്താ സംഭവം എന്നറിയോ? ഹംസ റളിയല്ലാഹു അൻഹു ഇന്നലെ അസ്വദിനെ ചെയ്ത മാതിരി ഇന്നും ചെയ്ത്. ഇന്ന് ആരെയാ ചെയ്തത്? ശൈബത്തിനെയാ ചെയ്തത്. എന്താ ചെയ്തത്? ഊപ്പർ ഗയാ ഓർ വാപ്പസ് ആയാ, മേപ്പെട്ട് പോയി തിരിച്ചു വരുമ്പോ കൊടുത്തു. രണ്ട് ചുമലിന്റെ നടുവിൽ കണ്ടു കൊടുത്തു. രണ്ട് ചുമലിന്റെ നടുവിൽ കൊടുത്തു. ശൈബത്ത് നാട്ടിൽ പോയി. ശൈബത്ത് എവിടെ പോയി? കാലാകാലവും താമസിക്കാനുള്ള നാട്ടിൽ പോയി. കാലാകാലവും താമസിക്കാനുള്ള നാടേതാ? അത് കോഴിക്കോടല്ല, പിന്നെ എവിടെയല്ല. ശൈബത്തിനോ ആയാലും ഞമ്മക്കായാലും ആർക്കായാലും, നിങ്ങൾക്ക് കാലാകാലം താമസിക്കാനുള്ള നാടേതാ? കാർക്കളെ. അങ്ങനത്തെ പൂജയൊന്നും നിങ്ങളും വെക്കണ്ട, ഞാനും വെക്കണ്ട. അതം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ, അതിലത്ഭുതം ഇന്നോളവും നിനക്കില്ലേ. അവരങ്ങനെ പഴയ കാലത്തുള്ള ആൾക്കാരൊക്കെ എങ്ങോട്ടാ പോയത്? വന്നത് തെരിയും പോവത് എങ്കേ വാസൽ നമുക്കേ തെരിയാത്, വന്നവരെല്ലാം തങ്ങിവിട്ടാൽ ഇന്ത മണ്ണിൽ നമുക്കേ ഇടമേത് എന്ന് തമിഴ് പാട്ട് പാടുന്നൊരു ചങ്ങായി പാടിയതാ. അത് തമിഴ് പാട്ടാ. അയാൾ പറയാ, വന്നത് തെരിയും, നമ്മൾ എവിടുന്നാ വന്നത് എന്നുള്ളത് നമുക്കറിയും. എവിടുന്നാ വന്നത്? ഉമ്മാന്റെ വയറിന്റെ ഉള്ളിൽ നിന്ന് വന്നതാ, അല്ലേ? പോവത് എങ്കേ വാസൽ നമുക്കേ തെരിയാത്, നമ്മൾ എങ്ങട്ടാ പോകുന്നെന്ന് അറിയുന്നില്ല. അത് അയാൾക്കറിയാത്തത് നോക്കണ്ട, നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങട്ടാ പോകല്? അതെല്ലാം റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അയാൾ പറഞ്ഞ ആ പാട്ടും കേട്ട് നടക്കണ്ട. അയാൾ പറയാ, വന്നവരെല്ലാം തങ്ങി വിട്ടാൽ ഇന്ത മണ്ണിൽ നമുക്കേ ഇടമേത്. വന്നവരെല്ലാം തങ്ങിവിട്ടാൽ, ദുനിയാവിൽ വന്ന ആൾക്കാരൊക്കെ ഇവിടെ തന്നെ താമസിക്കുകയാണെങ്കിൽ ഇന്ത മണ്ണിൽ നമുക്കേ ഇടമേത്. ഇവിടെ നമുക്ക് പിന്നെ താമസിക്കാൻ സ്ഥലം ഉണ്ടാവില്ല, അതുകൊണ്ട് കുറച്ച് ആൾക്കാർ മണ്ണിന്റെ അടിക്കാണ്ട് പോയിക്കോട്ടെ എന്ന മൂപ്പര് പറഞ്ഞത്. അത് മൂപ്പര ഊഹാപോഹം. ആ പാട്ടുകാരന്റെ കവിയുടെ, തമിഴ് കവിയുടെ ഊഹാപോഹം അയാൾ പറഞ്ഞാണ്. നമ്മൾ എങ്ങട്ടാ പോണത്? ഒരാൾ മരണപ്പെട്ടാൽ എന്താ സംഭവിക്കുക? ഇതെല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആര്? മുത്ത് റസൂലുള്ളാഹ്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കൈകൊണ്ട് രണ്ടാമത്തെ ശൈത്താനും പോയി.
എവിടേക്ക്? ബഹ്റൈനിക്കല്ല, ഖബറൈനിക്ക്. എവിടേക്ക് പോയി? ഇനിയുള്ളത് ആരാണെന്നറിയോ? ഇനി അടുത്ത വരിയിൽ പറയുന്ന നിലപ്പുലി. നിലപ്പുലി അലി. കണ്ടോ? നിലപ്പുലി അലി വലിതോടുരപ്പട നിന ഭയപ്പെടുമത് കിലോ പിട കലകമിൽ ഉടൽ ദൃഷ്ടിയോൾകൾ പാർപ്പെടുൽ. ഇനി ആരാളുള്ളത്? സ്വഹാബിയായിരിക്കുന്ന ചെറുപ്പക്കാരനായ ആര്? ബാലക്കാരനായ അലി ഹൈദർ. ഹൈദർ എന്ന് പറഞ്ഞ ഈറ്റപ്പുലി എന്ന് പറഞ്ഞതാ. അലിയാർ തങ്ങളുടെ സ്ഥാനപ്പേരാണ് ഹൈദർ, ഈറ്റപ്പുലി. ഡേയ്, ഞാൻ ആരാന്നറിയോ? അനല്ലദി, അലിയാര് പറഞ്ഞതാ. എന്ത്? അനല്ലദി സമ്മതിനി ഉമ്മി ഹൈദറ കലൈഫി ഗാബാത്തിൻ കരീഹിൽ മൻദറ അകീലുകും ബിസൈഫി കൈല സന്ദറ. എടാ, ഞാൻ ആരാന്നറിയോ? അനല്ലദി സമ്മതിനി ഉമ്മി ഹൈദറ, എന്റെ ഉമ്മ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതാ. എന്റെ ഉമ്മ എനിക്കിട്ട പേരാണ് ഹൈദർ. അതുകൊണ്ട് എന്നോട് കളിക്കാൻ വേണ്ടി വരണ്ട എന്നാര് പറഞ്ഞു? അലിയാര് തങ്ങൾ പറഞ്ഞു. ആ അലിയാരോട് പടപൊരുതി. മോനെ, അലി റളിയല്ലാഹു അൻഹുവിനോട് പടപൊരുതിയ ശത്രുവിന്റെ പേര് വലീദ്. വലീദ് ലഅനത്തുല്ലാഹി അലൈഹി. കുറെ സമയം പടപൊരുതി അടിയും ഇടിയും ഒടിയും പിടിയും പെട്ടും കുത്തും ചോട്ടും നിട്ടും അടികിടി കൊടി പിടി ബദ്ർപെട്ട പൊരുതാനെ ഖുറൈശികൾ വരവായേ അകിട ജണുദണ്ടടികിടിം അരൈ ബംബ് ബിംബ് ബും അരൈ തിളക്കും മുന്നണി ആലക്കും മുന്നണി ആലോലം മേലോലം പാടിക്കൊണ്ടരിശത്തിൽ അബൂജാഹിൽ പറഞ്ഞു, എടാ ചെണ്ട മുട്ടിക്കൂടടാ, ചെണ്ട മുട്ടി, ബാൻഡ് മുട്ടട്ടെ. അങ്ങനെ ഒന്നായിട്ട് ചെണ്ടകൾ, സംഗീത ഉപകരണങ്ങൾ മുട്ടാൻ വേണ്ടി പറഞ്ഞു. എന്നാൽ മുഹമ്മദ് പരാജയപ്പെടും. ഭയങ്കര ബുദ്ധി, അബൂജാഹിലിന്റെ ബുദ്ധിട്ടോ. ചെണ്ട മുട്ടിയാ മതി, മുഹമ്മദ് പരാജയപ്പെടും. അങ്ങനെ ഒന്നായിട്ട് തുടരൈ മദ്ദളവും മുരശോട് മറുവ ഒറ്റകളും ബജയോട് തുടികൾ ദഫുകളും കൈമണി ധ്വനികൾ താശികളാൽ കൊടുമ പുല്ലുകൾ പൂള്ള ചൂളകൾ കൊമ്പ് ചങ്കികളാൽ തകൃതികൾ കോള് താളമേ ഓടി ചാടിയും സ്വഫ്നിഫുകളാൽ. 53, പേജ് നമ്പർ 53. തുടരൈ മദ്ദളവും മുരശോട് മറുവ ഒറ്റകളും ബജയോട് തുടികൾ ദഫുകളും കൈമണി ധ്വനികൾ താശികളാൽ കൊടുമ പുല്ലുകൾ പൂള്ള ചൂളകൾ കൊമ്പ് ചങ്കികളാൽ തകൃതികൾ കോള് താളമേ ഓടി ചാടിയും സ്വഫ്നിഫുകളാൽ പുടവിക്കിടുകിടമെടിയ നെടലുകളും ചൊടിയ മുതുകിട ചമയം സമനെടുക്കടവ ഇടയിട ചിലர்கள் കയറയും ഇടയിൽ നടപ്പുനവെ ബരി ബരി ബരികൾ തിക്കുവതായും ഇടയിൽ നിൽക്കുവതായും ബരുവറൊക്കുവതായും അണികളി പഠിതായം ധീരിതപ്പോരർ ശുചായികളായുധപ്പൊതുവേ അണിയവ വേണുമത്തീരർ കൊടുമയൽ ബാൽ കണക്കാരർ. അബൂജാഹിൽ പറഞ്ഞു, എടാ ചെണ്ട മുട്ടടാ. ചെണ്ട എന്ന് പറഞ്ഞാൽ അറിയില്ലേ? മുട്ടുന്ന സാധനം, ആ ബാൻഡ് അല്ലേ? അങ്ങനെ ഒരുപാട് സംഗീത ഉപകരണങ്ങള് അങ്ങോട്ട് മുട്ടിക്കൂടെ എന്ന് അബൂജാഹിൽ പറഞ്ഞു. തുടരൈ മദ്ദളം മുരശി മറുവ ബജ ദുടി ദഫ് ഇതെല്ലാം കൂടി മുട്ടാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാം കൂടി മുട്ടിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് സയ്യിദുന അലി റളിയല്ലാഹു അൻഹു വലീദിനോട് പടപൊരുതി കുറെ സമയം പടപൊരുതി. അവസാനം വലീദിനെ അതാ പറഞ്ഞയച്ചു, നാട്ടിലേക്ക് പറഞ്ഞയച്ചു. വലീദിനെ ഊരിലേക്ക് പറഞ്ഞയച്ചു. ഊര് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തമിഴ് ഭാഷയിൽ ഊര് എന്ന് പറഞ്ഞാൽ നക്കിരിക്കൽ റായ എന്ന് പറഞ്ഞാൽ അതേ അർത്ഥം. റായത്തിലേക്ക് പറഞ്ഞയച്ചു. അതിനാണ് തമിഴ് ഭാഷയിൽ ഊരിലേക്ക് പറഞ്ഞയച്ചു എന്ന് പറഞ്ഞ്. ഏത് ഊര്? കാർക്കളല്ല, കളകാറല്ല. അത് ഊര് എന്ന് പറഞ്ഞാൽ ഏത് ഊര്? മണ്ണൂര്. മണ്ണൂരിലേക്ക് പറഞ്ഞയച്ചു. രണ്ടാമത്തെ
ആദ്യം അസ്വദ് നാട്ടിൽ പോയി. പിന്നെ ആരാ നാട്ടിൽ പോയത്? ശൈബത്ത് ലഅനത്തുള്ള നാട്ടിലേക്ക് പോയി. ശത്രുവായിരിക്കുന്ന വലീദ് ലഅനത്തുള്ള നാട്ടിലേക്ക് പോയി. ഇനി മൂന്ന് സ്വഹാബികളെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും പ്രായം കൂടുതലുള്ള ആള് അതാരാ? ഉബൈദത്ത് ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു. സ്വഹാബിയായ മൂന്ന് സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും പ്രായം കൂടുതലുള്ള ഉബൈദത്ത്, മറക്കണ്ട, ഉബൈദത്ത് റളിയല്ലാഹു അൻഹു. അതേ ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കാലിന്റെ തുടയുടെ ഭാഗത്ത്, ഈ കാലിന്റെ മുട്ടിനോട് അടുത്തിട്ട് ഉബൈദത്ത് റളിയല്ലാഹു അൻഹു, മഹാനായിരിക്കുന്ന ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കാലിന്റെ തുടക്ക് വെട്ടുകിട്ടിയിട്ടുണ്ട്. ശത്രുവായിരിക്കുന്ന ഉത്ബത്തിന്റെ ഭാഗത്ത് നിന്ന്, മുശ്രിക്കായ കാഫറായ ഉത്ബത്തിന്റെ ഭാഗത്ത് നിന്ന് സയ്യിദുനാ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു മഹാൻ അവർകളെ കാലിന്റെ തുടയുടെ ഭാഗത്ത്, തുടയുടെ ലാസ്റ്റ് ഈ മുട്ടിനോട് അടുത്ത ഭാഗത്ത് വെട്ടുകിട്ടിയിട്ട് സയ്യിദുനാ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു അള്ളാന്റെ ദീനിന് വേണ്ടി പടക്കളത്തിൽ വീഴുകയാണ്. പടക്കളത്തിൽ വീഴുന്ന സമയത്ത് ഓടി വന്നു ആര്? രണ്ടാള്, നേരത്തെ പറഞ്ഞ രണ്ടാള് ഓടി വന്നു. രണ്ട് മഹാന്മാരായ സ്വഹാബത്ത് ഓടി വന്ന്. ഏതാ രണ്ടാള് എന്ന് പറഞ്ഞാല്? ഒന്ന് അലി റളിയല്ലാഹു അൻഹു, ഒന്ന് അൽഹംദുലില്ലാഹ്, കുട്ടിയുടെ ഉത്തരം ശരിയായ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ബറക്കത്ത് കൊടുക്കട്ടെ, അള്ളാഹു നല്ല ബുദ്ധിശക്തി കൊടുക്കണേ അല്ലാഹ്. അതേ ഹംസ റളിയല്ലാഹു അൻഹും അലിയാര് തങ്ങളും കൂടി ഓടി വന്നിട്ട് പേരും അതിക്ഷണത്തിൽ പുകഴും ഹബീബുള്ള തിരുമുമ്പെത്തി ചുഗന്ധേ ഉബൈദത്ത് എടുത്തത് അമ്മ ചുരുന്തേ വരും വഴി കൊഴുകൈതമ്മ നികരേറ്റവർ യാസീൻ ഹബീബുള്ളാന്റെ നേശാത്തിരു മുമ്പിൽ കീടത്തിക്കൊണ്ടേ ഉഗന്ധേനെ ജിയുള്ള ഡാവർ ചൊല്ലവേ ഉടയോൻ പുകഴ്ന്നിട്ട് റസൂലുള്ളാവേ വെഞ്ചക്കള്ളം വിട്ട് പിരിന്തൊഞ്ഞാന് വെളിച്ചർ ഷഹീദമോന പൊന്മാന് വെളിച്ചർ ഷഹീദമോന പൊന്മാന് പൊഞ്ചം ഭാഗപ്പു ചുണ്ടാനക്കി ഉമ്മീ പോറ്റി ഹുസൈനാൽ ഉറ്റബനാമീ ചെഞ്ചൽ ഫളലുറ്റ് ഷഹീദാകും നീ ചെവിതേ ഉബൈദത്തുർ ശിഅറുണ്ടും നീ പുകിന്താർ ഇരുപേരും അധിക്ഷണത്തിൽ. ഇരുപേരും എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും. ആരാ രണ്ടുപേര്? ഒന്ന് ഹംസ റളിയല്ലാഹു അൻഹു, ഒന്ന് രണ്ടാളും കൂടി ഓടി വന്ന് താഴെ പടക്കളത്തിൽ താഴെ വീണ് കിടക്കുന്ന കാലിന്റെ തുടക്കി വെട്ടുകൊണ്ടിട്ട് മുറിയായിട്ട് താഴെ പടക്കളത്തിൽ വീണ് കിടക്കുന്ന സയ്യിദുനാ ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിനെ വാരിയെടുക്കുകയാണ്. അടുത്ത വരിയിൽ പറയാണ് ചുഗന്ധേ ഉബൈദത്തെ എടുത്തത് അമ്മ ചൊരിന്ത് വരും വഴി കൊഴുകൈതമ്മ. ചുഗന്ധ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു ചുഗന്നു പോയിട്ടുണ്ട്. ബ്ലഡ് ചോര ഒലിച്ചിട്ട് എന്തായിട്ടുണ്ട്? ആകെ ചോന്നു പോയിട്ടുണ്ട്, ചുവന്നിട്ടുണ്ട്. ആ ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിനെ വാരിയെടുത്തിട്ട് കൊണ്ടുപോകുന്നു. എങ്ങോട്ടാ കൊണ്ടുപോണത്? അള്ളാന്റെ മുത്ത് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ട്. ഖൈമയിലുണ്ട്. ഖൈമ എന്ന് പറഞ്ഞാൽ ടെന്റ്. ഗൾഫിൽ പോയവർക്കറിയാം, അറബികൾ ഇടയ്ക്കിടയ്ക്ക് ഖൈമയും അറബികൾ ഈ റോഡ് അങ്ങോട്ട് ഇറങ്ങല, പുറത്തിറങ്ങല, ഫാമിലി സഹിതം ഔത്തുന്നാണ്ട് ഇറങ്ങിയിട്ട് റോഡ് സൈഡിലോ വല്ല മരുഭൂമിയിലോ വല്ല മൈതാനത്തൊക്കെ ടെന്റ് ഉണ്ടാക്കിയിട്ട് എല്ലാവരും കൂടി ഒട്ടകത്തിന്റെ ഇറച്ചി ചുട്ടു തിന്നു. അല്ലേ? ഗൾഫിൽ പോയാൽ ആരും ഇല്ലേ? ഉണ്ടല്ലോ അവിടെ. നമ്മളെ ഉസ്താദ് ഉണ്ട്, വേറെ ഒരാളും കൂടി ഉണ്ടല്ലോ.
അള്ളാഹുവെ അതാ രണ്ടാമത്തെ ആള്, അയാൾക്കും അള്ളാഹു താല പോയതൊക്കെയും ഹൈറാക്കി കൊടുക്കട്ടെ, സ്വാലിഹായ അമലാക്കി കൊടുക്കട്ടെ. അയാളെ പേര് മുഹിമ്മാത്ത്. മുബീൻ. മുബീൻ ഖുർആനിൽ ഒരുപാട് സ്ഥലത്തുള്ളതാണ്. അള്ളാഹ് ഖുർആനിലെ മുബീന് പോലെ തന്നെ അയാൾക്കും ഒരു മുബീനാകാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. സത്യത്തിനെ പ്രകടമാക്കുന്നവൻ, അതാ മുബീന്റെ അർത്ഥം. ഹഖിനെ എന്താക്കുന്നവൻ, പ്രകടമാക്കുന്നവൻ, ലാഹിറാക്കുന്നവൻ. അള്ളാഹു അയാളെയും ഞങ്ങളെയും ബർക്കത്തിലാക്കണേ അല്ലാഹ്. കണ്ടിട്ടില്ലേ അറബികള് ടെന്റ്? നിങ്ങൾ ഏത് നാട്ടിലുണ്ടായത്? സൗദിയില, യുഎഇയില, ഖത്തറില, ബഹ്റൈനില, ഒമാനില, കുവൈത്തില, എവിടെയെന്ന്? ജുബൈല്. ജുബൈല് എന്ന് പറഞ്ഞാൽ സൗദിയിലാണ്, ദുബൈ എന്ന് പറഞ്ഞാൽ യുഎഇയിലാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത് നിങ്ങൾ എവിടെ? ജുബൈൽ, അൽ ജുബൈൽ അല്ലേ? ആയിക്കോട്ടെ. അവിടെ ആവുമ്പോ എന്താവും? മക്കത്ത് പോയിട്ടുണ്ടാവും. അള്ളാഹു അല്ലേ, അള്ളാഹ് കബൂലാക്കട്ടെ. മക്കത്ത് പോയില്ലേ, ഉംറ ചെയ്തത് അള്ളാഹ് കബൂലാക്കട്ടെ. ഹജ്ജിന് പോകാൻ തൗഫീഖ് നൽകണേ അള്ളാഹ്. ചുഗന്ധേ ഉബൈദത്ത് എടുത്തത് അമ്മ, എടുത്തത് അമ്മ, ചൊരിന്ത് വരും വഴിക്കൊഴുകൈതമ്മ, ഒഴുകൈതമ്മ. നികരെ ടവർ യാസീൻ ഹബീബുല്ലാന്റെ, ഹബീബുല്ലാന്റെ നേഷ തിരു മുമ്പിൽ കീഴടത്തിക്കൊണ്ടേ, കീഴടത്തിക്കൊണ്ടേ. ചുഗന്ധ ഉബൈദത്തെ എടുത്തത് അമ്മ, ചുഗന്ന് പോയ സയ്യിദുനാ ഉബൈദത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ വാരിയെടുത്തത് ആണ്. അമ്മ എന്ന് പറഞ്ഞ റസൂലുള്ളാന്റെ അളാപ്പയാണ് വാരിയെടുത്തത്. വാരിയെടുത്തിട്ട് കൊണ്ടുപോവാണ്. എങ്ങട്ട്? റസൂലുള്ളാഹിയുടെ മുമ്പിലേക്ക്. എവിടെയാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ളത്? മുത്തുനബിയോട് സ്വഹാബികൾ പറഞ്ഞതാണ്, തങ്ങൾ പടക്കളത്തിലേക്ക് വരാൻ പാടില്ല നബിയേ, ഞങ്ങളെ കൂടെ പടക്കളത്തിലേക്ക് വരാൻ പാടില്ല, തങ്ങൾ ഖൈമയിൽ ഇരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനിക്ക് ഒരു ടെന്റ് ഉണ്ടാക്കി കൊടുത്തപ്പോൾ മുത്തായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖൈമയിൽ നിന്ന് ദുആ ചെയ്യുകയാണ്. സുജൂദിൽ വീണ് കിടന്നിട്ട് പൊട്ടിക്കരയുകയാണ്. ആ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക്, ഖൈമന്റെ മുമ്പിലേക്ക്, ഖൈമയുടെ ഉള്ളിലേക്ക്, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹിയുടെ മുമ്പിലേക്ക് ആരെ കൊണ്ടുപോയി? ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിനെ വാരിയെടുത്തിട്ട് കൊണ്ടുപോകുമ്പോൾ നികരേറ്റവർ യാസീൻ ഹബീബുല്ലാന്റെ നേശത്തിരു മുമ്പിൽ കിടത്തിക്കൊണ്ടേ, ഉഗന്ധേനെ ജിയുള്ള ഡാവർ ചൊല്ലവേ, ഉടയോൻ പുകഴ്ന്നിട്ട് റസൂലുള്ളാവേ, വെഞ്ചക്കള്ളം വിട്ട് പിരിന്തോൻ ഞാന്, വെളിച്ചർ ഷഹീദമോനെ പൊന്മാന്, വെളിച്ചർ ഷഹീദമോനെ പൊന്മാന്, പൊഞ്ചം ഭാഗപ്പു ചുണ്ടാനക്കി ഉമ്മീ, പോറ്റി ഹൗസനാൽ ഉറ്റബനാമീ. നികരറ്റവർ യാസീൻ ഹബീബുല്ലാന്റെ നേശത്തിരു മുമ്പിൽ കിടത്തിക്കൊണ്ട് റസൂലുള്ളാഹിയുടെ മുമ്പിൽ കൊണ്ടുപോയി കിടത്തുകയാണ്. ആരെയാ കൊണ്ടുപോയി കിടത്തിയത്? ഉബൈദത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ. ഉസ്കാ ഉംറ കിത്നാ ഹേ? 60 ചെറിയ ചെറിയ മക്കളാ പറയണത്. പഠിച്ച റബ്ബേ, മാഷാ അല്ലാഹ്, നൽകാവന് റബ്ബേ കൂടുതൽ സന്താനം, അതുപോലെ മാലും സ്വർഗവും അവസാനം. ജല്ല് യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദീ. ഞങ്ങളൊരു ആമീൻ പറയത്ത്. നൽകവന് റബ്ബേ കൂടുതൽ സന്താനം, അതുപോലെ മാലും സ്വർഗവും അവസാനം. അനസ് ബിൻ മാലിക് എന്ന് പറയുന്ന ചെറിയ കുഞ്ഞുമോൻ, ഏത്? അനസ് ബിൻ മാലിക്. അനസ് എന്ന് പേരുള്ള ചെറിയ കുട്ടി ആ ചെറിയ കിടാവിന്റെ കയ്യും പിടിച്ചിട്ട് യതീമായ കിടാവിന്റെ കയ്യും പിടിച്ചിട്ട്
ആ അനസ് എന്ന് പറയുന്ന കിടാവിന്റെ ഉമ്മ വരികയാണ്. എങ്ങട്ടാ വന്നത്? ഇലാ ഹദറത്തി റസൂലില്ലാഹ്. മോന്റെ കൈ പിടിച്ചിട്ട് ഉമ്മ വന്നതാ. മോന്റെ ബാപ്പ നേരത്തെ വഫാത്തായി പോയ ആ മോന്റെ ബാപ്പാടെ പേരെന്താ? ശരിയാണ്, ഉറക്കപ്പറി. മാലിക് എന്നാണ് ബാപ്പാന്റെ പേര്. ബാപ്പ നേരത്തെ വഫാത്തായി പോയി. അപ്പോഴോ ഉമ്മ അനസെന്ന് പറയുന്ന ഈ കുഞ്ഞന്റെ കയ്യും പിടിച്ചിട്ട് വന്നു റസൂലുള്ളാഹിന്റെ ഹദറത്തിലേക്ക്. റസൂലുള്ളാഹിന്റെ ഹദറത്തിൽ വന്നിട്ട് പറയാ, ഇത് എന്റെ കുഞ്ഞനസാണ്, തങ്ങൾക്കുള്ളതാ ഖിദ്മത്തിനായി തരുന്നുണ്ട് ഉമ്മു സുലൈമിദാ. അനസ് എന്ന് പറഞ്ഞ സ്വഹാബിയുടെ ഉമ്മാന്റെ പേരെന്താ? ഉമ്മു സുലൈം. എന്തേ പഠിച്ചു വെച്ചോ? ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ. ഉമ്മ പറഞ്ഞു. എന്ത് പറഞ്ഞു? ഉമ്മ റസൂലുള്ളാഹിനോട് എന്ത് ചൊല്ലി? ഇത് എന്റെ കുഞ്ഞനസാണ്, തങ്ങൾക്കുള്ളതാ. തങ്ങളെ ഖിദ്മത്തിന് വേണ്ടി തരികയാണ് നബിയെ. ഖിദ്മത്തിനായി തരുന്നുണ്ട് ഉമ്മു സുലൈമിദാ. മാത്രല്ല കൂടാതെ തള്ള പറഞ്ഞു നബിയോടന്ന്, പ്രാർത്ഥിക്ക് നബിയെ എന്റെ കുഞ്ഞനസിന്. ഉമ്മ പറഞ്ഞതാ. ആരോട്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, റസൂലുള്ളാഹിനോട് പറഞ്ഞതാണ്. എന്ത്? കൂടാതെ തള്ള പറഞ്ഞു നബിയോടന്ന്, പ്രാർത്ഥിക്ക് നബിയെ എന്റെ കുഞ്ഞനസിന്. അള്ളാഹുവിന്റെ റസൂല് 3 കാര്യമാണ് ദുആർന്നത്. ആ ദുആയാണ് ഞാനും ദുആർന്നത്. എന്ത് 3 കാര്യം? ഒന്നാമത്തെ കാര്യം, റബ്ബേ കൂടുതൽ മക്കളെ കൊടുക്കണേ അല്ലാഹ്. ചെറിയ കിടാവിന് വേണ്ടി റസൂലുള്ള ദുആർന്ന. ആ കിടാവിന് വേണ്ടി ഇപ്പൊ ഞാൻ ദുആർന്നപ്പോ നിങ്ങൾ ആമീൻ പറയാതിരിക്കണ്ട. അത് റസൂലുള്ള ദുആർന്നതാ. എല്ലാ കിടാക്കൾക്കും, ഇവിടെ മുതഅല്ലിമീങ്ങളായ കിടാക്കൾക്കും അല്ലാത്ത കിടാക്കൾക്കും, അല്ലാഹുവേ എനിക്കുണ്ട് കിടാക്കളുണ്ട്, എനിക്ക് പുള്ളികളുണ്ട്, ഒക്കെ ഉണ്ട്. ഒരു പുള്ളിയല്ല, തസ്നിയുണ്ട്. തസ്നിയ മനസ്സിലായ? തസ്നിയ എന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ തലകെട്ടിയ കുട്ടികളോട് ചോദിച്ചാൽ മതി ഇൻഷാ അല്ലാഹ്. തസ്നിയ എന്നുള്ളത് അറബി ഭാഷന്റെ മാത്രം പ്രത്യേകതയാണ്. ഇംഗ്ലീഷിൽ തസ്നിയല്ല, മലയാളം ഗ്രാമറിൽ തസ്നിയല്ല, കന്നഡ ഗ്രാമറിൽ തസ്നിയല്ല. അത് അറബി ഗ്രാമറിന്റെ മാത്രം പ്രത്യേകതയാണ്. ഏതായാലും ആട്ടെ, എനിക്ക് പുള്ളികള് ജംഅല്ല, തസ്നിയ. അപ്പൊ സുഹൃത്തുക്കളെ, കിടാക്കളെ, റസൂലുള്ള ദുആർക്കാണ്. എന്ത്? ഒന്നാമത്തെ ദുആ കൂടുതൽ മക്കളെ കൊടുക്കണമെന്ന്. രണ്ടാമത്തെ ദുആ ഇവനെ റിച്ച് ആക്കണമെന്ന്. ഇവൻ എന്താക്കണം? റിച്ച് ആക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? മൂപ്പർക്ക് എന്ത് റിച്ച്? അള്ളാഹു മൂപ്പർക്കും നല്ല ബർക്കത്ത് കൊടുക്കട്ടെ. നിങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ ഇരിക്കിന് മുന്നിൽ തന്നെ വന്നിട്ട് ഇരിക്കുന്ന കാണുമ്പോൾ സന്തോഷമുണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് എല്ലാവർക്കും. കുറെ ആൾക്കാർ കുർസി പർ ബൈഠാ ഹേ, കാരണം നീച്ചെ ബൈഠനെ നഹീ സക്താ ഹേ അല്ലേ? അതുകൊണ്ട് കുറെ ആൾക്കാർ താഴെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് കുർസിയിൽ ഇരുന്നിരിക്കുന്നു ഹേ എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ കുറെ ആൾക്കാർക്ക് താഴെ ഇരിക്കാൻ പറ്റുന്നില്ല. नीचे बैठना नहीं सकता है, क्यों? इधर दर्द है. എന്തുകൊണ്ട്? ഇവിടെ ബരുത്തം ഹേ എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ആ ബരുത്തങ്ങളെല്ലാം ശിഫയാക്കണേ അല്ലാഹ്, ബരുത്തം ശിഫയാക്കണേ അല്ലാഹ്. റസൂലുള്ള ദുആർക്കുകയാണ്. എന്ത്? നൽകിവന് റബ്ബേ കൂടുതൽ സന്താനം, അതുപോലെ മാലും സ്വർഗവും അവസാനം. 3 ദുആ, 3 കാര്യം, 3ഉം അള്ളാഹു കൊടുത്തു. ആർക്ക്? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കൊടുത്തു. എത്ര മക്കളാ കൊടുത്തതെന്നറിയോ? എത്ര മക്കളാ? നല്ല ചന്ത മക്കള്. എത്ര?
106 ഔലാദുകൾ തനിക്കുണ്ട്, 106 ഔലാദുകൾ തനിക്കുണ്ട് എന്നൽ ബിദായത്തു വന്നിഹായയിലുണ്ട്. അൽ ബിദായത്തു വന്നിഹായ എന്ന കിതാബിൽ ഇബ്നു കസീർ തങ്ങൾ പറയാണ്, എത്ര മക്കള്? 106. 106 ഔലാദുകൾ തനിക്കുണ്ട്. അത് ഒരു റിവായത്താണ്. ഫീഹി റിവായാത്തുൻ വഫീഹി ഖിലാഫാത്തുൻ. അപ്പോൾ ഏതായാലും ഫീഹി ഖിലാഫാത്തുൻ, ഫീഹി ഐ ഫീ അദദി ഔലാദി അനസ് ഇബ്നു മാലിക് ഖിലാഫാത്തുൻ. ഏതായാലും തഴവ ഉസ്താദ് പറയുകയാണ്, 106 ഔലാദുകൾ തനിക്കുണ്ട് എന്നൽ ബിദായത്തു വന്നിഹായയിലുണ്ട്. പിന്നെ അത് വേറെ എന്താണെന്നറിയോ? പണക്കാരനാക്കണേ അല്ലാ, ബറക്കത്തുള്ള മുതലാളിയാക്കണേ അല്ലാ. ആമീൻ. അല്ലാഹു തആല അനസ് ഇബ്നു മാലിക് തങ്ങൾക്ക് കൊടുത്ത പോലെ വേറെ ഒരാൾക്കും കൊടുത്തിട്ടില്ല. അന്നത്തെ പ്രധാന വരുമാന മാർഗം, അയാളെ ഞാൻ നല്ല പരിചയമുണ്ടല്ലോ, മുബീൻ അല്ലേ? മുബീനെ, എന്താണ് അന്നത്തെ പ്രധാന വരുമാന മാർഗം? അന്നത്തെ ഖജൂർ എന്താണ് പ്രധാന വരുമാന മാർഗം? ഖജൂർ പറഞ്ഞാല് ഡേറ്റ് അല്ലേ? ഡേറ്റ് ആണ്, ഈത്തപ്പഴമാണ്. ഈത്തപ്പഴം പക്ഷേ അള്ളാന്റെ ദുനിയാവിൽ വേറെ ഒരു മനുഷ്യനിക്കും കൊടുക്കാത്ത രൂപത്തിലാണ് അനസ് ഇബ്നു മാലിക് തങ്ങൾക്ക് അല്ലാഹ് കൊടുത്തത്. മുത്ത് റസൂലുള്ളാഹിന്റെ ദുആന്റെ ഫലമാണ്. ഈ ഈത്തപ്പഴം ഏത് കാലത്താ മരത്തുമ്മൽ, ഈത്തപ്പന മരത്തുമ്മൽ പഴം, ഫ്രൂട്ട്സ്, ഡേറ്റ്സ് ഉണ്ടാകൽ ഏത് കാലത്താ? ചൂട് കാലത്തേ ഉണ്ടാവുള്ളൂ, തണുപ്പ് കാലത്ത് ഉണ്ടാവൂല. പക്ഷേ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഈത്തപ്പഴത്തോട്ടത്തിൽ ചൂടുകാലമെന്നോ തണുപ്പ് കാലമെന്നോ വ്യത്യാസം കോയി ഫറഖിനൈഹേ. ചൂടുകാലത്തും തണുപ്പ് കാലത്തും എല്ലാ സ്ഥലത്തും ഉണ്ട് എന്ത്? ഈത്തപ്പഴം ഉണ്ട്. അപ്പൊ എന്താവും? തണുപ്പ് കാലത്ത് ഈത്തപ്പഴം അറബ് നാട്ടിൽ എവിടെ ഉണ്ടാവൂല, അക്കാലത്തില്ല. ഇപ്പോഴും മരത്തുമ്മ കായ്ക്കൂല. പക്ഷെ ഇപ്പൊ എങ്ങനെയാണെന്നറിയോ? എങ്ങനെ മുബീനെ? ചൂടുകാലത്ത് ഉണ്ടാകുന്ന ഈത്തപ്പഴമൊക്കെ വലിയ സല്ലാജയില്, വലിയ തണുപ്പുള്ള സ്റ്റോറേജിൽ അല്ലേ ആണ് കൊണ്ട് സൂക്ഷിച്ചു വെക്കും ചൂടുകാലത്ത്. എന്നിട്ട് തണുപ്പ് കാലത്ത് വെക്കും. അതിന് റസൂലുള്ളാഹിന്റെ കാലത്ത് സല്ലാജല്ല, റെഫ്രിജറേറ്റർ ഇല്ല, ആ ജാതി ഫർജും ഫർജാച്ചും ആ വക സാധനമൊന്നും അന്നില്ലല്ലോ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുത്ത് റസൂലുള്ളാഹിന്റെ കാലത്ത് സുഹൃത്തുക്കളെ റെഫ്രിജറേറ്റർ ഇല്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയുടെ കാലത്ത് ഒരൊറ്റ കുട്ടിയുടെ ഈത്തപ്പഴ മരത്തുമ്മലും തണുപ്പ് കാലത്ത് പഴം കായ്ക്കണില്ല. അതിപ്പോഴും ഇല്ല. പക്ഷേ അനസ് ഇബ്നു മാലിക് തങ്ങളെ തോട്ടത്തില് സ്വൈഫ് എന്നോ ശിതാഇ എന്നോ വ്യത്യാസമില്ല, ചൂട് കാലമെന്നോ തണുപ്പ് കാലമെന്നോ വ്യത്യാസമില്ല. റസൂലുള്ളാഹിന്റെ ദുആന്റെ ഫലമാണ് മോനെ. വല്ലാത്ത ബറക്കത്ത് കിട്ടിപ്പോയി. മൂന്നാമത് പിന്നെ ദ്വാരന്ന് എന്താ കുട്ടിയെ? സ്വർഗം. അതെ, അത് പിന്നെ എന്തായാലും കിട്ടിയിട്ടുണ്ട്. ആർക്ക്? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു. അവരെ കൈപിടിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അപ്പൊ ഈ കുട്ടിയാണ് ആ അനസല്ല, ഈ അനസാണ് ആരെ പറ്റി പറഞ്ഞത്? എന്ത് ആൻസറാ പറഞ്ഞത്? ഇപ്പോ എന്തോ ഒരു ആൻസർ പറഞ്ഞു. 63 അല്ലേ? ഉബൈദത്ത് റളിയല്ലാഹു തആല അൻഹു. ये बरकत वाला सहाबी का उम्र कितना है? 63 ले उबीने ഏതായാലും 63 വയസ്സുള്ള ഉബൈദത്ത് റളിയല്ലാഹു തആല അൻഹു കരയുകയാണ്. റസൂലുള്ളാഹിയുടെ മുമ്പിൽ കൊണ്ടുപോയി കിടത്തിയപ്പോൾ കരയുകയാണ്. കരയുമ്പോൾ മുത്തായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഓ ഇച്ഛ, ഓ പ്രിയപ്പെട്ട മൂത്തോനെ, ഓ പ്രിയപ്പെട്ട കാക്ക. അതായത് റസൂലുള്ളാഹിന്റെ മൂത്താപ്പാന്റെ മോനാണ്. അതുകൊണ്ട് പറയാണ്, യബ്ന അമ്മി, നിങ്ങൾ എന്തിനാണ് കരയുന്നത്?
നിങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവര് പറയാണ്, വെഞ്ച കള്ളം വിട്ട് പീരിന്തോഞ്ഞാനേ വെളിച്ചേർ ഷഹീദാമോ അനപ്പൊന്മാനേ നബിയേ യാ റസൂലല്ലാഹ്, വെഞ്ചക്കളം വിട്ട് പിരിന്തോഞ്ഞാനേ, ഞാനിപ്പോ പടക്കളത്തിലല്ല, യുദ്ധക്കളത്തിൽ അല്ലല്ലോ ഉള്ളത്. അതുകൊണ്ട് ഇവിടെ വെച്ച് മരിച്ചാൽ ഈ പടക്കളത്തിലല്ല, തങ്ങളെ മുമ്പിൽ ഹൈമയുടെ ഉള്ളിലാണ്, ഞാൻ ടെന്റിന്റെ ഉള്ളിലാണ് ഉള്ളത്. ഇവിടെ നിന്ന് ഞാൻ മരിച്ചാൽ ഞാൻ ഷഹീദാവുകയില്ലല്ലോ നബിയേ, അതാണ് എന്റെ സങ്കടം എന്ന് പറഞ്ഞുകൊണ്ടിട്ട് പൊട്ടിക്കരയുന്നു. ആര്? ഉബൈദത്ത് ബിനുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു കരയുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞു. ക്യാ ജവാബ് ഫർമായ, എന്താണ് മറുപടി പറഞ്ഞത് എന്ന് നാളെ പറയാനും പാടാനും കേൾക്കാനും, ഞാൻ ഇവിടെ വെച്ച് മരിച്ചാൽ ഷഹീദാവൂലല്ലോ, ആവുകയില്ലല്ലോ എന്ന് പറഞ്ഞു കരഞ്ഞു. ആര്? ഉബൈദത്ത് ബിനുൽ ഹാരിസ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മറുപടി പറഞ്ഞു. ആ മറുപടി കേട്ടപ്പോഴാണ് ഉബൈദത്ത്, എന്താണ് മറുപടി എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല കേട്ടോ, മറുപടി കേട്ടപ്പോഴാണ് ഉബൈദത്ത് റളിയല്ലാഹു അൻഹു പറയുന്നത്. എന്തു പറഞ്ഞു? فإني مسلم وأرجو به عيشا من الله عاليا وألبسني الرحمن من فضل منه لباسا من الإسلام غطى المصافيا നെഞ്ചിൽ കറഅറ്റോർ ഹദറത്തിന്ന് നിറവായി അവരപ്പോൾ ഷഹീദായെന്ന് അന്ന് നബി മിളി ഒഴുകൈ അളുതാർ ഇഖ്വാൻ അരികോറുക്കൈ ഇൻഷാ അല്ലാഹ് ആ ഇപ്പോൾ പാടിയ 4 വരിയുടെ അർത്ഥമാണ് ഇനി നമുക്ക് പറയാനുള്ളത്. നാളെ പറയാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.